ഇന്ദിരാഗാന്ധി പേടിച്ചില്ല. ആരെ പേടിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആരെ പേടിച്ചിട്ടാണ്? അവർക്ക് സകലരുടെയും പേടിയായിരുന്നു. യു ഗോ ത്രൂ മെനി ഓഫ് ദ ബയോഗ്രഫീസ് ഓഫ് ഇന്ദിരാഗാന്ധി. അവരുടെ ജീവചരിത്രം ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, പുപുൽ ജയക്കാർ അടക്കം. അതിലെല്ലാം ഒരു സ്ത്രീയുടെ പേടി, അത് മനഃശാസ്ത്രപരമായിട്ട് അനലൈസ് ചെയ്ത എഴുത്തുകാരുണ്ട്. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു, അവർക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിൽ വല്ലാത്ത ഹൃദയവേദന ഈ പറഞ്ഞ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖണ്ഡി, അവരുടെ ഭർത്താവ് എന്താ, ഫിറോസ് ഖണ്ഡി, പാഴ്സിയായിരുന്നു ആ മനുഷ്യൻ. ഖണ്ഡി എന്നാണ് സർനെയിം. ആ ഖണ്ഡിയാണ് ഇവർ സമർത്ഥമായിട്ട് ഗാന്ധി എന്നാക്കി മാറ്റിയത്. ഫിറോസ് ഖണ്ഡി അസാമാന്യ ബുദ്ധിമാനായിരുന്നു കേട്ടോ. നല്ല ഒന്നാം തരം പാർലമെൻറ്റേറിയനായിരുന്നു, മിടുക്കനായിരുന്നു. അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. അതിനുശേഷമുള്ള ഇന്ദിരയുടെ ജീവിതം മൊമത്തായി എഴുതിയിരുന്നു, റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്. അതിൽ ഷീ എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ എടുത്തു കളഞ്ഞു ലാസ്റ്റ് മിനിറ്റിൽ. അത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടാണ് പുതിയതായിട്ട് മാറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. മത്തായി നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. മത്തായി അത് എടുത്തു കളഞ്ഞു. എന്നിട്ട് ആ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഷീ എന്നൊരു ചാപ്റ്റർ ഇതിലുണ്ടായിരുന്നു, ഞാനത് ഇങ്ങനെ മാതിരി എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ബുക്ക് ഈസ് അവൈലബിൾ PDF ഫയലായിട്ട് ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോഴും ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുമല്ലോ, അത് ഭയങ്കരമായിരുന്നു അവർക്ക്. അങ്ങനെയാണ് അവർ സകലമാന മാന്യന്മാരുമായിട്ട് അവർ ഉടക്കിയത്. കാമരാജ്, ലാൽ ബഹദൂർ ശാസ്ത്രി, എത്ര പാവം തങ്കപ്പെട്ട ഗാന്ധിയൻ മനുഷ്യനാണ്. ഇവരെയൊക്കെ ഒതുക്കാനും രാജാജിയെ നെഹ്റു പഠിപ്പിച്ചതാണിത്. ആകെ കാമരാജനും കൂട്ടർക്കും പറ്റിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നെഹ്റുവിൻ്റെ കൂടെ 28 വർഷത്തെ എക്സ്പീരിയൻസാണ് ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. ആരെ എങ്ങനെ ഒതുക്കണം എന്ന് നെഹ്റു നന്നായിട്ട് അവരെ പഠിപ്പിച്ചിരുന്നു. അതവർ ശരിക്കും പയറ്റി. അതിലാണ് ഈ നിജലിംഗപ്പ, കാമരാജ്, മൊറാർജി ദേശായി ഒക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടത് അവരുടെ ഈ സാമർഥ്യത്തിലാണ്, രാഷ്ട്രീയ കുതന്ത്രത്തിലാണ്. ആ കുതന്ത്രത്തിൻ്റെ പിന്നിൽ അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. അടിമുടി 24 മണിക്കൂറും ഭയന്ന് ജീവിച്ചതാണ് ഇന്ദിരാഗാന്ധി. അവർ പേടിച്ചില്ല എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ജനങ്ങളുടെ പേടി. ഇന്ദിരാഗാന്ധിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പേടിച്ച ഇന്ദിരാഗാന്ധിയല്ല. ഒരു പൊതുയോഗത്തിന് സംസാരിക്കാൻ വരുന്നു, യാദൃച്ഛികമായിട്ട് ഞാനൊന്ന് എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു, അവർ പ്ലാന്റ് കാണണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പരിപാടി മാറ്റും. ഇന്ദിരയുടെ ഒരു സ്വഭാവം അതാണ്. അവർ ഓർക്കാപ്പുറത്ത് വേറൊരു വഴിയിലൂടെ അങ്ങ് കയറി വരും. ഇത് സെക്യൂരിറ്റിക്ക് അറിയാം കേട്ടോ, അവരോട് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ജോലിയിൽ നിൽക്കുന്നു, പെട്ടെന്ന് ഇന്ദിരാഗാന്ധി പ്രത്യക്ഷപ്പെടുന്നു. ഞെട്ടിപ്പോയി. ഞങ്ങളൊരു 7-8 പേരുണ്ട് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, നേരെയായിട്ട് ഇങ്ങനെ വലിയ കൺട്രോൾ ബോർഡൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ഡോറിൽ കൂടി ഇവരെ കയറി ഇന്ദിരാഗാന്ധി. ഇപ്പോൾ ഇവരുടെ പ്രോഗ്രാം പബ്ലിക് പ്രോഗ്രാമാണ്. ഞങ്ങളുടെ പ്ലാന്റിൻ്റെ പരിസരത്താണ്, ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ 10, 300, 400 ഏക്കറാണല്ലേ പ്ലാന്റ്. അവിടെയാണ് പൊതുയോഗം വെച്ചിരുന്നത്. ആ പൊതുയോഗത്തിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് ഡൈവേർഷൻ എടുത്ത് എനിക്കൊന്ന് പ്ലാന്റ് കാണണം എന്ന് പറഞ്ഞിട്ട് ടപ്പെന്ന് പറഞ്ഞ് വന്നതാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഇപ്പം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചിരിച്ചു, ഹൗ അറിയുമെന്നൊക്കെ ചോദിച്ചു. എന്നൊക്കെ ഞങ്ങളും പറഞ്ഞു. അവർ പോയി. അപ്പോൾ തന്നെ ഹാർഡ്ലി ഒരു 1.5 മിനിറ്റ് ഇത്രയേ ഉള്ളൂ. ബട്ട് അവർക്ക് പേടിയായിരുന്നു. കേരളം പേടിച്ചു വന്നു. 7ാം കപ്പൽപ്പട വരുന്നു എന്ന് പറഞ്ഞ് മനോരമയിൽ വന്ന ഹെഡ്ലൈൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 65 ഐലൻഡിൽ ബോംബ് വീണ് കിടക്കുന്നതിൻ്റെ ഫോട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബോംബ് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പരിഭ്രാന്തരായിരുന്നു കേരള ജനത. ചുമ്മാ വാചകമണി. നമ്മൾ ഇന്ന് വരെ ഒരു യുദ്ധവും കണ്ടിട്ട് ഒരു ചുക്കും കണ്ടിട്ടില്ല. ഇത്ര നീളത്തിൽ ലേഖനം എഴുതുക ഓരോരുത്തരൊക്കെ. അവരൊന്നും ജനിച്ചിട്ട് പോലുമില്ല ഈ പ്രായത്തിലൊന്നും. ദേ ഡോണ്ട് കെയർ അബൌട്ട് ഹിസ്റ്ററി. അല്ല, ഇത് ശരിയാണോ, ഇതൊന്ന് വെരിഫൈ ചെയ്യുക. ഒരു പത്രത്തിൻ്റെ ആർക്കൈവ്സ് ഒന്ന് പരിശോധിച്ച് നോക്കുക. താൻ എഴുതുന്ന പത്രത്തിൻ്റെ ആർക്കൈവ്സ് ഒന്നും നോക്കണ്ടേ? നോ, അതുപോലും നോക്കില്ല.